നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഹമാസ് ബന്ദികളാക്കിയ 3 ഇസ്രായേലി പൗരന്മാരെ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നതിൽ ഖേദം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സംഭവം അതീവ ദുഃഖകരമെന്ന് അദ്ദേഹം പറഞ്ഞു. ബന്ദിവധത്തിന് പിന്നാലെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമായി. ടെൽ-അവീവിൽ പലയിടത്തും റോഡ് തടഞ്ഞ പ്രതിഷേധക്കാർ പ്രതിരോധ സേന ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ശേഷിക്കുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കണമെങ്കിൽ അവസാന ബന്ദിയും ജീവനോടെ തിരികെ എത്തണം. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഗാസയിലെ കൂട്ടക്കുരുതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിനിടയിൽ സൈന്യത്തിന് പിണഞ്ഞ അബദ്ധം വലിയ ക്ഷീണമായി. വടക്കൻ ഗാസയിലെ ഷിജയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ സൈന്യം 3 പേരെ കണ്ടെത്തുന്നത്. ഹമാസുകാരെന്ന് കരുതി ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് നടന്ന പരിശോധനയിൽ ഒക്ടോബർ 7-ന് കിബുൾസിലെ കഫറസയിൽ നിന്ന് പിടികൂടിയ ഹമാസ് ബന്ദികളാക്കിയവരാണെന്ന് സൈന്യം തിരിച്ചറിയുകയായിരുന്നു. യുവ ഡ്രമ്മറായ യോദോം ഹെയും അലോൺ ഷംറീസ്, അറബ് ഇസ്രായേലിയായ അൽ തൽക്കാമ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 പേരുടെയും മൃതദേഹം ഇസ്രായേലിലെത്തിച്ചു. ബന്ദികളെ ഹമാസ് ഉപേക്ഷിച്ചതാകാം, അല്ലെങ്കിൽ അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതുമാകാം എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുന്നതായും കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു. സംഭവത്തെ ദുരന്തപൂർണമായ അബദ്ധമെന്ന് US വിശേഷിപ്പിച്ചു. ഗാസയിൽ ദീർഘകാലം അധിനിവേശം നടത്തുന്നത് ഇസ്രായേലിന് ഗുണം ചെയ്യില്ലെന്ന് പശ്ചിമേഷ്യയിൽ സന്ദർശനത്തിനെത്തിയ US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പറഞ്ഞു. ഇതിനിടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി മൊസാദ് തലവൻ ഡേവിഡ് ബർണിയ ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി യൂറോപ്പിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട്. ഇനിയും 129 ബന്ദികളെയാണ് മോചിപ്പിക്കാനുള്ളത്. നവംബറിലെ 7-ന് വെടിനിർത്തലിലൂടെ 100-ലധികം ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഷിജയിൽ ബന്ദികളെ കണ്ടെത്തുന്ന സമയത്ത് അവർ സമാധാന സൂചകമായി വെള്ളക്കൊടി വീശിയിരുന്നുവെന്നും ഷർട്ട് ധരിച്ചില്ല എന്നും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കെട്ടിടത്തിൽ നിന്ന് പുറത്തു വന്ന മൂവരും കൊടി കാണിച്ചതോടെ വെടിവെക്കരുതെന്ന് കമാൻഡർ നിർദ്ദേശിച്ചു. അപ്പോഴേക്കും 2 പേർ വെടിയേറ്റ് വീണു. ഒരാൾ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞോടിയെങ്കിലും അയാളെ കോണിപ്പടിക്ക് സമീപത്ത് വെടിവെച്ചിടുകയായിരുന്നു. അതേസമയം ഗസയിൽ ഹമാസ് തടവിലാക്കിയ 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ വധിച്ചതായി സൈനിക വക്താവ്. ഗാസയിൽ തീവ്രവാദികളുമായുള്ള പോരാട്ടത്തിനിടയിലാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം പറഞ്ഞു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പൂർണ്ണ സുതാര്യത ഉണ്ടാകുമെന്ന് പറഞ്ഞു. കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതായും സൈന്യം അറിയിച്ചു. ഗാസയിലെ തീവ്രമായ യുദ്ധത്തിനിടയിൽ 3 ഇസ്രായേലി ബന്ദികളെ ഭീഷണിയായി തിരിച്ചറിഞ്ഞു എന്ന് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. തൽഫലമായി സൈന്യം അവർക്ക് നേരെ വെടിയുതിർക്കുകയും കൊല്ലപ്പെടുകയുമായിരുന്നു. കൊല്ലപ്പെട്ട ബന്ദികളിൽ 2 പേരിൽ ഒരാൾ കിബട്സ് കഫാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യോധം ഹൈം, കിബസ് നിർ ആമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സമീർ തലാൽക്ക എന്നിവരാണ് എന്ന് സൈന്യം പറയുന്നു. ഒക്ടോബർ 7-നാണ് ഇരുവരും ഹമാസ് പിടിയിലായത്. സമീപ ദിവസങ്ങളിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം തീവ്രമായിരുന്നു. ബുധനാഴ്ച 24 മണിക്കൂറിനുള്ളിൽ 10 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബന്ദികളുടെ മരണത്തിൽ അഗാധമായ ദുഃഖത്തിൽ തലകുനിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ ടെൽ-അവീവിലെ സെൻട്രൽ മിലിറ്ററി ബേസിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തി. 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ അവശേഷിക്കുന്നുണ്ട്. ചിലർ മരിച്ചതായി ഇസ്രായേൽ അധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നുഴഞ്ഞുകയറി ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഹമാസ് ആക്രമണത്തിൽ 1200-ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 240-ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. പിന്നാലെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി. ഇതിൽ കനത്ത നാശനഷ്ടമാണ് പാലസ്തീന് സംഭവിച്ചത്. ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ 19,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഗാസയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനിടെ നവംബർ അവസാനം 4 ദിവസത്തേക്ക് ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ സമയത്ത് ബന്ദികളെ കൈമാറാനും ഗാസ മുൻപിലേക്ക് സഹായം എത്തിക്കുവാനും ധാരണയായിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ അവസാനിച്ച ശേഷം വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു. അതിനിടെ സഖ്യകക്ഷിയായ അമേരിക്ക ഇസ്രായേലിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. നന്ദി, നമസ്കാരം.